ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേട്ടാൽ ഞെട്ടുന്ന ഭയാനകമായിട്ടുള്ള ഒരു വാർത്തയാണ് കർണാടകയിൽ നിന്നും കേട്ടത്. ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഈ പ്രദേശത്ത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ അധികാരികളും അവിടുത്തെ ഭരണാധികാരികളൊക്കെ പറയുന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ പറയപ്പെടുന്ന പ്രദേശത്തിന് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ല എന്ന് വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ആ പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ ന്യൂസ് 80 എന്ന് പറയുന്ന ഒരു ചാനലിന് ഇപ്പം ഒരു ബൈറ്റ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ പറയപ്പെടുന്ന സ്ഥലത്ത്, ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് 100 കണക്കിന് സ്ത്രീകളെ, അതും സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ അടക്കം 10, 15, 16 വയസ്സുള്ള സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അത് കുഴിച്ചിട്ടിട്ടുള്ള ഒരാൾ ഇപ്പോൾ കോടതിയിൽ വന്ന് മൊഴി നൽകിയിരിക്കുന്നു. ഇത്രയധികം സ്ത്രീകളെ ഈ പ്രദേശത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ഇത് ഇദ്ദേഹത്തിന് ഇപ്പം മാനസാന്തരമുണ്ടായി, അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല, കുറ്റബോധം കൊണ്ടാണ് ഇതിപ്പം കോടതിയിൽ വന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് വന്ന് അവിടുന്ന് ഈ സ്ത്രീകളുടെ സ്കെൽട്ടൻ കോടതിയിൽ ഇപ്പം ഹാജരാക്കിയിട്ടുണ്ട്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഓർത്ത് നമ്മൾ അമ്പരന്ന് പോകണം. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ പറയപ്പെടുന്ന പ്രദേശത്തിന് ഇതുവരെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്നാണ് ജയന്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇപ്പം ന്യൂസ് 80 ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജയന്തിന്റെ സഹോദരിയായിട്ടുള്ള പത്മദത്ത എന്ന് പറയുന്ന സഹോദരിയെ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്ന് കയ്യും കാലും കെട്ടി 58 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് ലഭിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ അവിടുത്തെ ഒരാള് അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല എന്നുള്ള, കാരണം അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് അവിടെ നടപ്പാക്കണം. കാരണം അവിടെ പല രീതിയിലുള്ള ഗുണ്ടകളാണ് ആ ഒരു പ്രദേശം ഭരിക്കുന്നത്. അവിടെ നിയമത്തിന്റെ യാതൊരുവിധ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ പോലീസ് സംവിധാനങ്ങളാണെങ്കിലും രാഷ്ട്രീയ തലങ്ങളിലുള്ള ആൾക്കാരാണെങ്കിലും ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുന്നു. എന്തായാലും സത്യങ്ങൾ ഒരു കാലത്തും അത് മൂടിവെക്കാൻ പറ്റില്ല. അത് ആരില്ലെങ്കിലൂടെയും പുറത്തു വരും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വാർത്തയെ നോക്കിക്കാണുന്നത്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ 1 or 2 മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത്, കർണാടകയിലെ മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എന്താണെങ്കിലും ഇത് മറ്റേതെങ്കിലും മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളുടെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ അതിനകത്തോ ആണ് നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യം നിന്ന് കത്തുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല? എന്താണേലും വളരെ ഭയാനകമായിട്ടുള്ള വാർത്ത. 100 കണക്കിന് സ്ത്രീകളെയാണ് അവിടെ കൊലപ്പെടുത്തി എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. ലോകത്ത് ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നതായിട്ട് നമ്മുടെ ഓർമ്മയിൽ പോലും ഉണ്ടാകത്തില്ല. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ട് ഈ കർണാടക സ്വദേശിയായിട്ടുള്ള ജയന്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ പറയുന്ന ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോവാം. ജയന്ത്, ഇപ്പോൾ ബൈജു പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ആളുകൾക്ക് ഒന്ന് അന്വേഷിക്കാൻ പറ്റില്ല. പോലീസ് ആണെങ്കിൽ 10 ദിവസത്തോളം അനങ്ങാതെ ഇപ്പോൾ ഒടുവിൽ ഒരു പരിശോധനയിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ സൗജന്യ കേസിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ലോബി അല്ലെങ്കിൽ ആ ഗ്യാങ് എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത്രയേറെ സ്ത്രീകൾ ഇല്ലാതെയായിട്ടും എവിടെ പോയെന്ന് അറിയാതെയായിട്ടും അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജനവികാരം ഉയർന്നു വരാതിരുന്നത് ഇത്രയും കാലം? കേരള മീഡിയയ്ക്ക് നമ്മളെ ഈ സൗജന്യ പോരാട്ടക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലന്റെ പ്രശ്നത്തിൽ ന്യൂസ് ചെയ്തവർക്ക് വേണ്ടി ഞങ്ങൾ താങ്ക്സ് പറയുന്നു. എന്നാൽ ഇവിടുത്തെ മീഡിയയിൽ ആരും ചെയ്തില്ല. അവിടെ ചെയ്തിട്ട് ഇത്ര വലിയ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു ആൾ മുമ്പിൽ വന്നതിനെ പുള്ളിനെ കൊണ്ട് കോടതി ഹാജരായത് സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ട്. ഇപ്പൊ എന്താന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും കർണാടകത്തിലെ ബെൽത്തങ്ങാടി താലൂക്ക് ധർമ്മസ്ഥല ഗ്രാമം, ആ ബെൽത്തങ്ങാടി പോലീസ് താലൂക്ക, ഈ താലൂക്കിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ നമ്മുടെ സംവിധാനത്തിന്റെ അകത്ത് വരുന്നില്ല. ഇത് സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നത്. അവിടെ എന്താ പറഞ്ഞാൽ അവിടെ വലിയൊരു മനുഷ്യൻ പറയുന്നത് അത് മാത്രമേ ഉള്ളൂ, അത് തന്നെ കാനൂന്. അവൻ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കണം, നിൽക്കാൻ പറഞ്ഞ് നിൽക്കണം. ഓരോ ആൾക്കാർ കാണാതായെങ്കിൽ ഇതിപ്പം കേരളത്തിൽ തന്നെ ഈ അമ്പലത്തിൽ വന്ന് എത്ര പേര് കാണാതായിട്ടുണ്ട്. അങ്ങനെ കാണാതായി പോയി കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ പോലീസ് ആദ്യം പറഞ്ഞു വിടുന്നത് ഇത് റേപ്പ് ആൻഡ് മർഡർ ചെയ്തോ അവന്റെ അടുത്ത് തന്നെ പറഞ്ഞു വിടുന്നത്. പിന്നെ പറഞ്ഞു വിട്ട് അവൻ തിരിച്ച് പിന്നെ പുറം ലോകം കാണിയല്ല. അങ്ങനെ 15, 16, 18 ഈ രീതിയിലുള്ള പെൺപിള്ളേരെയാ ഇത് റേപ്പ് ആൻഡ് മർഡർ ചെയ്യുന്നത്. എവിടെയെങ്കിലും അമ്പലത്തിലെന്ന് പറഞ്ഞ് ഇപ്പം കേരളത്തിൽ നിന്നാവട്ടെ കർണാടക വേറെ രാജ്യത്ത് നിന്ന് അവിടെ വന്നിട്ട് അവിടെ തന്നെ ലോഡ്ജ് ഉണ്ട്. അവിടെ തന്നെ ലോഡ്ജ്, ആ ലോഡ്ജ് എങ്ങനെ റൂം എടുത്ത് നിൽക്കാന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ആ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണേ വേണം. അവർ ബൽക്കാലം ചെയ്യുമ്പോൾ എങ്ങാനോ അവർക്ക് ഓപ്പോസിറ്റ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അവരെയും കൊലയും. ഇതാ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്.
ഇപ്പൊ എന്താന്ന് പറഞ്ഞെങ്കിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ SP വന്നുകൊണ്ട് എല്ലാവർക്കും ഒരു ധൈര്യമായി. ആ SP ഈ സ്റ്റേറ്റ് ലെവലിനകത്ത് നമ്പർ 1 SP ആ പുള്ളി കാനൂൻ ചോക്കത്തിൽ ജോലി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത്ര ധൈര്യമായിട്ട് ഞങ്ങളെ മഹേഷണ്ണൻ ഗിരീഷൻ എന്ന് പറഞ്ഞ പോരാട്ടക്കാരുടെ ഇതിനുള്ള 13 വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അവർ മുമ്പിൽ നിന്നിട്ട് ഈ പണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഈ ധർമ്മസ്ഥല ക്ഷേത്രാധികാരിക്കെതിരെ തന്നെയാണോ ആരോപണങ്ങളൊക്കെ ഉയരുന്നത്? അത്രയും ശക്തനായ അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ടാണോ ഇതിനെതിരെ പറയാൻ പോലും ആളുകൾ പേടിച്ചിരുന്നത് ഇത്രയും കാലം? അതെ, അയാളെ ഓപ്പോസിറ്റ് തന്നെ പുള്ളി എന്ന് പറഞ്ഞാൽ പാർലമെന്റ് MP രാജ്യസഭാ സദസ്യം എന്ന് പറഞ്ഞാൽ രാജ്യസഭാ സദസ്യനെ പുള്ളിന്റെ വിരുദ്ധമായിട്ട് നമുക്കൊന്നും കാര്യം പറയാൻ പറ്റില്ല. പറയുമെന്ന് പറഞ്ഞാൽ അന്നേരം കോർട്ട് നോട്ടീസ് അയച്ചിട്ട് നമുക്കെല്ലാം മാനനഷ്ട കേസ് ഉണ്ടല്ലോ, ആ കേസ് ഇടുന്നത് ഇപ്പൊ എന്റെ പേരിൽ തന്നെ 2.5 കോടി ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പോരാട്ടക്കാരുടെ പേരിലെല്ലാം ടോട്ടലായിട്ട് ഒരു 70 കോടി മാനനഷ്ട കേസ് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, മീഡിയ ഈ കാര്യം പറയാൻ പറ്റില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് പറഞ്ഞാൽ അത്ര പേടിച്ച ജീവിക്കാൻ നടക്കണം, എന്നാൽ മാത്രമേ ഇതിനെ ഫൈറ്റ് പറ്റുള്ളൂ. എന്നാൽ നമ്മളെല്ലാം എല്ലാം ജീവിതത്തിന് ആശ വിട്ടിട്ട് നമ്മൾ പുറത്തു വന്നിരിക്കുന്നതാണ്. എന്റെ സഹോദരിയ പത്മലത 1987 ഇവർ കൊണ്ടുപോയിട്ട് മർഡർ ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ പ്രശ്നം, കുടുംബം എന്ന് പറഞ്ഞെങ്കിൽ അവർ ഇലക്ഷനിൽ നിന്നായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇലക്ഷനിൽ നിന്നായിരുന്നു. അതുപോലെ വേറൊരു സ്ഥലത്തിന്റെ പ്രശ്നത്തിന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരാനായിട്ട് നാമപത്രം കൊടുത്തുന്നത് പുറത്തു വരാനായിട്ട് ആ ഒരു കൊച്ചിനെ കൊണ്ടുപോയിട്ട് 56 ദിവസം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയത്. ഇവരെ കൊണ്ടുപോയെല്ലാം അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്ത്യ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതൊന്നും അങ്ങോട്ടേക്ക് എത്തിയിട്ട് പോലും ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ കയ്യിൽ കിട്ടിയ രേഖകളിൽ 2001 മുതലുള്ള കണക്കുകളേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞത് 87 കാര്യമാണ്. അപ്പൊ ഇത് ഏത് കാലത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീകൾ നിന്ന നിൽപ്പിൽ കാണാതാവുക, കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത്? ഈ ധർമ്മസ്ഥലയിൽ ഏത് സമയം മുതൽ തുടങ്ങിയിട്ടുണ്ട്? ഇത് അതല്ല പറഞ്ഞു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. ഇവിടെ ഈ ഒരു ഗ്രാമത്തിന് കിട്ടിയിട്ടില്ല, ആർക്കും മിണ്ടാൻ പറ്റിയല്ല. അന്ന് തുടങ്ങി ഇവർ എന്നെ ഈ അമ്പലത്തിന്റെ ഇത് തുടങ്ങി അന്ന് തുടങ്ങി ഇത് തന്നെ പരിപാടി. പിന്നെ പണ്ടെന്ന് എന്താ വെച്ചെങ്കിൽ പ്രായമായ പിള്ളേർ അവിടെ വന്നിട്ട് പെൺപിള്ളേരെങ്കിലും പ്രായമായെങ്കിൽ അവിടെ വിട്ടുപോകണമെന്ന് അങ്ങനെ കിട്ടുകയാണ്. അപ്പം അത് ഏതാണ്ട് എന്തോ വലിയ ആ മണ്ണിനടിയിൽ മറിഞ്ഞിരിക്കുന്ന വലിയ രഹസ്യങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇത് തലവട്ടി എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം, സാക്ഷിയായിട്ട് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ഇവർ കള്ളമെന്ന് പറയുമല്ലോ. അതിനു വേണ്ടിയിട്ട് തന്നെ പുള്ളി തന്നെ തലവട്ടി മാന്തി എടുത്തത്. ഞങ്ങൾ പറഞ്ഞു ഇത് 1 വർഷം ബാക്ക് ഞങ്ങൾ ഡൽഹിയിലും പോയാലും സമരം ചെയ്യാനായിട്ട് പ്രധാനി അറിയിട്ടെന്ന് പറഞ്ഞിട്ട് പ്രധാനി അറിയുന്നില്ല, ഓപ്പോസിറ്റ് കോൺഗ്രസ് പാർട്ടികളെ അറിയുന്നില്ല, ഒരു മനുഷ്യനെ അറിയുന്നില്ല. ഇവർ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ടീമിന്, ഈ ഒരു ധർമ്മസ്ഥല പ്രഭാവി വ്യക്തിക്ക് ഇടീ ദേശം എന്ന് പറഞ്ഞാൽ രാജ്യമേ പർച്ചേസ് ചെയ്യാനുള്ള പവറുണ്ട്. അവർ പറഞ്ഞ പോലെ നിൽക്കുന്നത്, അത്ര കാശുണ്ട്, അത്ര റൗഡിസമുണ്ട്. പോലീസിലാക്കാവട്ടെ, ഇലാക്കാവട്ടെ, രാജ്യക്കാവട്ടെ, എല്ലാം അവരുടെ സൈഡാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു കാനൂനും ഇല്ല, എല്ലാ കാനൂനും അവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ വരാം. ബൈജു അവിടെ പോയി നേരിട്ട് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ജയന്ത് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇതൊക്കെ. അവർ എത്രയോ വർഷമായി ഇതിന്റെ പിന്നാലെ നടന്ന് ജീവൻ പോലും പണയപ്പെടുത്തി പോരാട്ടം നടത്തുന്ന മനുഷ്യന്മാരാണ്, സാധാരണക്കാരാണ്. ഇതിൽ പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ശബ്ദിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവരുടെ ശക്തി. അത്രത്തോളം വലിയ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് ഇവർ. ആ രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. നമ്മളോട് ഇപ്പം സംസാരിച്ച ജയന്ത്, അദ്ദേഹവുമായി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഇത്തരത്തിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ സഹോദരിയുടെ 2 കാലും കൈയും കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം ലഭിച്ചത് 56 ദിവസത്തിന് ശേഷം. പക്ഷേ പോലീസ് അത് ആത്മഹത്യയാണ് അതിൽ എഫ്ഐആറിൽ എഴുതിയിട്ടുള്ളത്. അതായത് കൈയും കാലും കെട്ടിയിട്ട രീതിയിൽ സ്കെൽട്ടൻ മാത്രമാണ് ഇവർക്ക് നേത്രാവതി പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയത്. ആ കുട്ടി പഠനത്തിന് പോയ ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് എത്താത്ത ഒരു സാഹചര്യം വന്നു. 56 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പിതാവിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് കയ്യിലുണ്ടായിരുന്ന ഒരു റിസ്റ്റ് വാച്ച്, പിതാവ് സ്നേഹത്തോട് നൽകിയ ആ റിസ്റ്റ് വാച്ച്, ആ വാച്ചാണ് അവർക്ക് ഇത് തിരിച്ചറിയാൻ സാധിച്ചത്. അതിൽ ആത്മഹത്യ എന്നാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലാണ് കാര്യങ്ങൾ. പോലീസിന്റെ ഒത്താശയോട് കൂടിയായിരുന്നു ഇത്രയും സംഭവം നടന്നതെന്ന് അങ്ങനെയെങ്കിൽ വിശ്വസിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനം ഇനി വളരെ നിർണായകമാവുക ഈ ശുചീകരണ തൊഴിലാളിയുടെ ഈ വെളിപ്പെടുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇപ്പോൾ വളരെ കർശനമായി പോലീസിന് 4 ദിവസത്തെ സമയം നൽകിയിരിക്കുന്നു. ജയന്ത് എന്ന് പറയുന്ന ഒരു കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു സഹോദരനാണ് ഈ വെളിപ്പെടുത്തുന്നത്. 1987 ഇദ്ദേഹത്തിന്റെ സഹോദരിയെ വരെ കൊലപ്പെടുത്തിയെന്നാണ് അറിയുന്നത്. എന്തായാലും ധർമ്മസ്ഥല എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം നിലനിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ മെയിൻ ആളാണ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിക്കുന്നെന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. 100 കണക്കിന് 10, 16, 17 വയസ്സുള്ള പെൺകുട്ടികളെയാണ് ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ട് അതുകൊണ്ട് മറവ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം ആ ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിന്റെ മനസ്സാന്തരം ഉണ്ടായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഇത് വന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ ഇയാൾക്കെതിരെ ആര് സംസാരിച്ചാലും അവരെ ഒന്നില്ലെങ്കിൽ കൊലപ്പെടുത്തും, അതല്ലാന്നുണ്ടെങ്കിൽ ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഏതാണ്ട് 2 കോടിയോളം രൂപ ഇദ്ദേഹത്തിന്റെ പേരിൽ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഒരു കാലത്തും സത്യം മൂടിവെക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതേതെങ്കിലും ഒരാളുടെ രൂപത്തിലെങ്കിലും അത് പുറം ലോകത്തേക്ക് വരിക തന്നെ ചെയ്യും. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായാലും കൊള്ളാം, ഭരണതലത്തിലുള്ള ആരാണെങ്കിലും കൊള്ളാം, ഇത്രയും വലിയൊരു ക്രൂരത, ഇത്രയും വലിയൊരു ഭയാനകമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിട്ട് മിണ്ടാതിരിക്കുന്ന മാധ്യമ പ്രവർത്തകരാണെങ്കിലും കൊള്ളാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഭരണകൂട ഭീകരത തന്നെയാണ്. എന്താണെങ്കിലും ഇതിന്റെ കുറ്റവാളികൾ ആരൊക്കെ തന്നെയാണെങ്കിലും അത് മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ
അതിന് ഉചിതമായിട്ടുള്ള ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം വലിയൊരു അപകടത്തേക്ക്, ആ സഹോദരൻ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഈ പറയപ്പെടുന്ന ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് ഇതുവരെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടൽ എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ സാധിക്കില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും